ഹായ്, എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഇപ്പോൾ ചെറിയ ചൂടിൻ്റെയൊക്കെ എല്ലായിടവും മഴയൊക്കെ കുറഞ്ഞ് ചെറിയ ചൂടിൻ്റെ ഒരു ആരംഭമാണല്ലേ എല്ലായിടവും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണം ഒക്കെ തുടങ്ങാറായി. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളായിരിക്കും എല്ലായിടവും. ഇനിയിപ്പം കർക്കിടകം തീരാൻ കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ബാലൻസ് ഉള്ളൂ. പിന്നെ ഓണമായി, പുതിയ ഡ്രസ്സ്, പിന്നെ യാത്രകൾ, എല്ലാവരും വീട്ടിൽ ഫാമിലികളൊക്കെ വരുന്ന, ബന്ധുക്കളൊക്കെ റിലേറ്റീവ്സൊക്കെ വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ ദിവസങ്ങളാണ് ഇനി എല്ലാവരുടെയും ലൈഫിൽ വരാൻ പോകുന്നത് അല്ലേ. ഇപ്പം ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ സഹോദരിമാരുടെ വീട്ടിലായിരിക്കും ഒരു ദിവസത്തെ ഓണം. പിന്നെ അടുത്ത ദിവസത്തെ ഓണം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത്, ഇങ്ങനെ രണ്ടിടത്തുമായിട്ടാണ് രണ്ട് ഓണവും. അപ്പം ഇവിടെ വീട്ടിൽ അങ്ങനെ സാധാരണ ഇവിടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അങ്ങനെ ഓണം ഉണ്ടാകാറില്ല. ഒന്നുകിൽ രണ്ട് സഹോദരിമാരാണ് ഹസ്ബൻഡിന്, അപ്പം ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ അവിടെ കൂടും. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കുടുംബ വീട്ടിൽ എല്ലാവരും കൂടെ ഇവിടെ വന്ന് കൂടും. എന്നിട്ട് പിറ്റേന്ന് പിരിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പോവും. അവരവരവർ വീടുകളിൽ പോവും. അങ്ങനെയാണ്. ഇനി പ്രാവശ്യം എങ്ങനെയാണെന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സഹോദരിയുടെ വീട്ടിലായിരുന്നു എല്ലാവരും കൂടെ. അവിടെ ഒരു ദിവസത്തെ ഓണം ആഘോഷിച്ചിട്ട് അടുത്ത ദിവസം എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അവിടെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും മക്കളും എല്ലാവരും വരും. ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും പോവും. അപ്പം ഞങ്ങളെല്ലാം കൂടെ അവിടെ അടുത്ത ദിവസത്തെ ഓണം ആഘോഷം. അങ്ങനെയാണ് ഇത്രയും നാൾ. ഇനിയുള്ള കാര്യം, ഈ പ്രാവശ്യത്തെ കാര്യം തീരുമാനമായില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല. ഇന്നൊക്കെ ഓണത്തിന് ഊഞ്ഞാൽ കെട്ടുന്ന ഒരു അധികം അങ്ങോട്ട് വീടുകളിലൊന്നും ഊഞ്ഞാൽ കെട്ടില്ല. പണ്ടത്തെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുള്ള ഓണമൊക്കെ എന്ന് പറയുമ്പോഴത്തേനും പ്രധാനമായിട്ടും നമ്മുടെ ഓരോ ഓണം എന്ന് പറഞ്ഞാൽ അത് ഊഞ്ഞാലിലാണ് തുടങ്ങുന്നത്. സത്യം, അത്തപ്പൂക്കളം ഇടുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറച്ച് തുമ്പപ്പൂവോ ചെമ്പരത്തിപ്പൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറിച്ചിട്ട് ഇലകളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ സ്വയം ചെയ്യുന്ന അത്തം. പക്ഷെ എല്ലാത്തിലുപരി നമുക്ക് ഓണം എന്ന് പറയുന്നത് മെയിനായിട്ട് ഊഞ്ഞാലാണ്. ഊഞ്ഞാൽ അന്ന് അച്ഛൻ കെട്ടിത്തരികയും, അച്ഛനെ കൊണ്ട് മരത്തിൽ കയറാൻ പറ്റില്ല, എന്നാലും ആരെങ്കിലും ഇട്ട് ചെയ്യിപ്പിച്ച് കയറൊക്കെ കെട്ടി, മാവിനിൽ കയറിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. വള്ളിയിലല്ല, കയറ് വാങ്ങിച്ചിട്ട് അതിലിട്ടാണ്. പിന്നെ ഇടയ്ക്ക് കമ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇടും. അത് ഈ നമ്മുടെ ഓണത്തിന് എക്സാം കഴിയുമല്ലോ, എക്സാം കഴിഞ്ഞ ഉടനെ ബഹളമാണ്. എക്സാമിന് മുന്നേയും ചിലപ്പം ബഹളം വെച്ച് അത് സാധിച്ച് ഊഞ്ഞാൽ കെട്ടിയിട്ട് അതാണ് നമ്മുടെ ഓണം. നമുക്ക് വേറെ ഒന്നും, പുതിയ ഡ്രസ്സിലോ അല്ലെങ്കിൽ വേറെ യാത്രകളോ അതൊന്നും അല്ല നമുക്ക് പ്രധാനം. ഓണത്തിന് ഊഞ്ഞാലാണ്. ഇപ്പോൾ അതൊന്നും അങ്ങനെ, ഇവിടെ എൻ്റെ മക്കളൊന്നും ഊഞ്ഞാലിനൊന്നും പിണങ്ങാറില്ല. ഞങ്ങളങ്ങനെ കെട്ടാറുമില്ല ഊഞ്ഞാൽ. ഊഞ്ഞാലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴുള്ള ഒരു സംഭവം, ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ ഊഞ്ഞാൽ കെട്ടുന്ന സമയത്ത് അപ്പോഴൊക്കെ ഓരോ വീടുകളിലും ഊഞ്ഞാൽ കെട്ടും കേട്ടോ. 2ൽ കൂടുതൽ മക്കളുള്ള വീടുകളിലെല്ലാം ഊഞ്ഞാൽ കെട്ടും. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ അച്ഛൻ വീട്ടിൻ്റെയൊക്കെ ഒരുപാട് പുറകിലോട്ട് ഒരു മാവുണ്ട്. അപ്പോൾ അവിടെ ഊഞ്ഞാൽ കെട്ടിത്തരും. പിന്നെ അപ്പം ഞങ്ങളെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയാണ്. അപ്പം ഞാൻ, എൻ്റെ ചേച്ചി, അവൻ ഞങ്ങളെ കാട്ടിയൊക്കെ ഇളയ കുട്ടിയാണ്. ഞങ്ങൾ 3 പേരും കൂടെയാണ് ഊഞ്ഞാലൊക്കെ ആടുന്നത്. അപ്പം ഞങ്ങളെ വേറെ വീടുകളിൽ കളിക്കാൻ അങ്ങനെ വിടാറില്ല. അപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ മാത്രമാണുള്ളത്. അവൻ്റെ ചേട്ടൻ വലിയ ചേട്ടനാണ്. അപ്പോൾ അവനുമായിട്ട് കളിക്കില്ല. ചേട്ടൻ നമ്മളപ്പോൾ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവൻ്റെ ചേട്ടൻ 10ാം ക്ലാസ് എങ്ങാണ്ടാ കഴിഞ്ഞപ്പോൾ അവനുമായിട്ട് അങ്ങനെ കളിക്കുന്ന പരുവമല്ലല്ലോ. അങ്ങനെ അവൻ എന്ത് ചെയ്തു, നമ്മളെ വീട്ടിൽ വരും. നമ്മളെ വീട്ടിൽ വന്ന് ഊഞ്ഞാലാടുകയും കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവൻ വന്നു കഴിഞ്ഞാൽ ഊഞ്ഞാലിൽ നിന്ന് മാറിത്തരില്ല. ഫുൾ ടൈം അവൻ തന്നെയാണ് ഊഞ്ഞാലിലിരിക്കുന്നത്. നമ്മൾ വന്നിങ്ങനെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കുറച്ച് നേരം മാറി നിൽക്കണം, ഞങ്ങൾ ഇത്തിരി ഊഞ്ഞാലാടട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കും, ഞാനിപ്പോൾ മാറിത്തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ അത് ഊഞ്ഞാലിൽ കയറി ഇരുന്ന് ആടി കഴിഞ്ഞ് പിന്നെ കയറി നിന്നാടിയതിന് ശേഷം പിന്നെ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി സമയം തരും. നിങ്ങൾ കയറിക്കോ എന്ന് പറയും. നമ്മൾ കയറി ഇരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടാൻ തുടങ്ങുമ്പോഴത്തേനും ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പിടിക്കുന്ന കയർ, പിടിക്കുമല്ലോ 2 കയറിൽ, അതിൽ ഒരു സൈഡിൽ പിടിച്ച് തൂങ്ങി കയറി ഇതിൽ ഈ ഇരിക്കുന്ന കമ്പിൽ ചവിട്ടി നിന്നിട്ട് അവൻ നമ്മുടെ കൂടെ ആടും. അഥവാ നമ്മൾ എണീറ്റ് മാറിയാൽ വീണ്ടും അവനത് സൗകര്യമില്ല, വീണ്ടും കുറേ നേരം കൂടെ ആടും. നമ്മൾ മാറിയില്ല എങ്കിൽ നമ്മളിങ്ങനെ ഊഞ്ഞാലിൽ കയറിയിട്ട് എന്ത് ചെയ്യും,
ഇങ്ങനെ ചുറ്റിക്കും. നമുക്ക് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നിർത്താതെ അവൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അങ്ങ് വിടും. ഊഞ്ഞാലിൻ്റെ കയറിനെ അങ്ങ് വിടുമ്പോഴത്തേനും അത് ഇങ്ങനെ ചുറ്റിയിരിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചുറ്റി തീരുന്ന സമയത്ത് നമുക്ക് തലകറക്കം വരും. നമ്മളിങ്ങനെ തലകറങ്ങിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഊഞ്ഞാലിൽ കയറാനുള്ള ആഗ്രഹം കാണില്ല. അന്നത്തെ ദിവസം നമ്മൾ ഊഞ്ഞാലിൽ കയറില്ല. കാരണം നമുക്കിത് കാണുമ്പോഴേ ഒരുമാതിരി ഒരു തലകറക്കം പോലെ തോന്നും. ഇതവൻ്റെ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഒരുപാട് ദിവസം ആയപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു, ഒരു ദിവസം ഇവനെ ഇങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ, ഞാനും എൻ്റെ ചേച്ചിയും കൂടെ തീരുമാനിച്ചു ഇനി ഇവനെ നമുക്ക് ഊഞ്ഞാലിൽ കയറ്റണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ രണ്ടുപേരും കൂടെ പിറ്റേന്ന് ഊഞ്ഞാലിൽ കയറി ഇരുന്നിട്ട് ഇവന് സ്ഥലം കൊടുത്തില്ല. ഊഞ്ഞാലിൽ സ്ഥലവും കൊടുത്തതുമില്ല. ഇവനെ ആട്ടാനുള്ള എന്നുവെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നാടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങൂല. ഞങ്ങൾ ഇറങ്ങാതിരുന്ന് തുടർച്ചയായിട്ട് ആടി. അവൻ പോകുന്നവരെ അവൻ്റെ വീട്ടിൽ വിളിക്കുന്നതുവരെ ഞങ്ങൾ ഇറങ്ങിക്കൊടുത്തില്ല. ഞങ്ങളിരുന്നാടി. അങ്ങനെ അന്ന് അവന് ആടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു, അന്ന് പിറ്റേന്ന് രാവിലെ, ലീവുള്ള ദിവസമാണെന്ന് തോന്നുന്നു, സ്കൂൾ ലീവ് തുടങ്ങിയ സമയത്താണ്. പിറ്റേന്ന് രാവിലെ നമ്മളൊക്കെ എണീക്കുന്നതിന് മുന്നേ എണീറ്റ് വന്നു. അവൻ്റെ വീട്ടിൽ പശുവുണ്ട്. അപ്പം പശുവിൻ്റെ ചാണകം എടുത്തിട്ട് വന്ന് ഊഞ്ഞാലിൻ്റെ പടിയിൽ, അതായത് ഊഞ്ഞാലിൻ്റെ കമ്പിൽ, നമ്മൾ ഇരുന്നാടുന്ന കമ്പിൽ ഫുള്ള് തേച്ച് വെച്ചു. എന്നിട്ട് ആ തറയിലൊക്കെ ഇങ്ങനെ വിതറി ഇട്ടിട്ട് അവൻ പോയി. എന്നിട്ട് എന്ത് ചെയ്തു, അവ ഒളിച്ചു നിന്നു. അപ്പം ഈ പച്ച ചാണകമല്ലേ, അതിൻ്റെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴത്തേനും ഭയങ്കര സ്മെല്ല്. നമുക്ക് ആ ഊഞ്ഞാലിൽ അതിൽ ഇരിക്കാനും വയ്യ, അവിടെയൊക്കെ നിൽക്കാനും വയ്യ. അപ്പം ഭയങ്കര ഒരു സ്മെല്ലായിരുന്നു. അങ്ങനെ നമ്മളന്നും, അപ്പോൾ ഇവനാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളന്ന് ഊഞ്ഞാലാടിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഊഞ്ഞാലാടാൻ പറ്റാതെ അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് നമ്മളത് പോയില്ല. പിന്നെ അത് ഉണങ്ങി. പിന്നെ അതിൻ്റെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിനെയൊക്കെ കഴുകി വൃത്തിയൊക്കെ ആക്കി. അതിൻ്റെ സ്മെല്ല് കുറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല പോകാൻ. അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് വീണ്ടും പോയത്. പിന്നെ നമ്മൾ തീരെ അവനെ കയറ്റാതെയായി, ഊഞ്ഞാലിരുത്താതെ. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു, ഊഞ്ഞാലിൻ്റെ ആ സൈഡിൽ വന്ന് ആ കമ്പ് തുടങ്ങുന്നതിൻ്റെ മുകൾ ഭാഗത്ത് ബ്ലൈഡ് വെച്ച് 1/4 ഭാഗം കട്ട് ചെയ്ത് വിട്ടിരുന്നു. ഇത് അറിയാതെ ഞാനാണ് പോയി കയറിയത്. പിറ്റേന്ന് ഊഞ്ഞാലിൽ പോയി കയറിയത് ഞാനായിരുന്നു. കയറി ഇങ്ങനെ ഇരുന്നതും അവിടെ അങ്ങ് കട്ടായി ഞാൻ വന്ന് വീണു. അതിനുശേഷം ഊഞ്ഞാലെന്ന് പറയുന്ന സംഭവമേ നമ്മുടെ വീട്ടിലില്ല. ആ വർഷത്തോടെ ഊഞ്ഞാലിനെ അഴിച്ചു മാറ്റി അച്ഛൻ. പിന്നെ ഊഞ്ഞാൽ കെട്ടിത്തരയില്ല അതോടെ. അപ്പോൾ അവൻ കാരണം ഞങ്ങൾ ഊഞ്ഞാലാട്ടം നിർത്തി, അവനും ഊഞ്ഞാലാടില്ല. പിന്നെ അല്ലാതെ ഇങ്ങനെയുള്ള കളികളാണ് ആ വർഷത്തോടെ ഊഞ്ഞാലാടിയിൽ. പിന്നെ ഇവിടെ ഞങ്ങൾ നാത്തുമാരൊക്കെ ഈ കുടുംബ വീട്ടിലായിരുന്ന സമയത്ത് ഇവിടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങളുടെ വിളയിൽ, വീട്ടിൻ്റെയൊക്കെ പുറകു സൈഡിൽ ഒരു പ്ലാവുണ്ട്. അപ്പോൾ പ്ലാവിൽ ഒരു റബ്ബറിലും കൂടെ കയറിങ്ങനെ കെട്ടിച്ചിട്ട് അവിടെ ഒരു ഊഞ്ഞാലിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം അതൊന്നും ഇല്ല. ഇവിടെ ഹസ്ബൻഡ് അങ്ങനെ മക്കൾക്കൊന്നും, ഇപ്പോഴത്തെ മക്കൾക്കൊന്നും സത്യം എൻ്റെ മക്കളൊന്നും ഊഞ്ഞാൽ കെട്ടണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെയെങ്ങും അങ്ങനെ ഈ ഏരിയയിലേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളിപ്പം മലയോര പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ ഇവിടെയെങ്ങും ആർക്കും ഇങ്ങനെ ഊഞ്ഞാലിൻ്റെ ഒരു കാര്യമേ ഇല്ല. പക്ഷേ സിറ്റിയിലോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പം ചില പാർക്കുകൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പൊതുവായിട്ട് ഈ ഓണസമയത്ത് ഊഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഊഞ്ഞാൽ കഥയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഇവനുമായിട്ട് നല്ല കൂട്ടായിരിക്കുന്ന സമയത്ത് അവനും നമ്മൾ 3 പേരും കൂടെ ഊഞ്ഞാലിൽ നിൽക്കും. ഊഞ്ഞാലിൽ 3 പേരും, കൊച്ചുകുട്ടികളല്ലേ, 3 പേരും കൂടെ ഊഞ്ഞാലിൽ കയറി നിന്നാടും. നിന്നാടിയതിന് ശേഷം 2 പേര് അങ്ങനെ നിന്നിട്ട് ആടി. ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ വീഴാറുണ്ട്. എന്നാലും അപ്പോഴൊന്നും അത് നമുക്ക് വിഷയമല്ല കേട്ടോ. വീണ് എണീറ്റ് കൈയും കാലം മുറിഞ്ഞാലും മുറിയുന്ന ആളൊരു സൈഡിൽ പോയി ഇരിക്കും. കാരണം വീട്ടിൽ പറഞ്ഞ് അടി കിട്ടും, അല്ലെങ്കിൽ ഊഞ്ഞാൽ അഴിച്ച് മാറ്റും. അതുകൊണ്ട് അപ്പോഴതൊന്നും പറയില്ല. അടുത്ത ആൾ നല്ല രീതിയിലാളും. പിന്നെ റോഡ് സൈഡിലായിരുന്നു എന്നുവെച്ചാൽ ഈ വീടും കഴിഞ്ഞിട്ട് കുറച്ചിഞ്ഞ് വിളയിലോട്ടാണ് കെട്ടിയത്. അപ്പോൾ അവിടെ റോഡ് വരുന്ന സ്ഥലമാണ് ഇനി മുകൾ ഭാഗത്ത്. അപ്പോൾ ആ ബസ്സുകൾ കൊണ്ട് നിർത്തുന്ന സമയത്ത് നമ്മൾ കുറച്ച് പാട്ട് പാടും. കാരണം ബസ്സിലിരിക്കുന്നവരൊന്ന് കാണണം, നമ്മൾ ഊഞ്ഞാലാടുന്നതൊക്കെ ഒന്ന് കാണണം. അതൊക്കെ ഓർത്ത് ഇപ്പം ചിരിയാണ് വരുന്നത്. കുട്ടിക്കാലത്തുള്ള ഓരോരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മകൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീട് അത് ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റും. ഇപ്പം അതൊക്കെ ചിന്തിച്ച് ചിരിക്കുകയാണ്. അന്ന് കാണിച്ച ഓരോ കുട്ടിത്തരങ്ങൾ. ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തി. ബൈ.